അങ്ങനെ ഓണവും കഴിഞ്ഞു, ഓണ വെക്കേഷനും കഴിഞ്ഞ് കുട്ടികളുടെ സ്കൂളും തുടങ്ങി. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിഷ് തന്നെ ചെയ്യാം. നല്ല ഹെൽത്തി ആയ വെജീസ് എല്ലാം ഇട്ട ഒരു മഷ്റൂം ഫ്രൈഡ് റൈസ്. സോ വെൽക്കം ടു നമ്മുടെ സ്വന്തം ബിഞ്ച് അഡ്വഞ്ചേഴ്സ് ആൻഡ് ദിസ് ഇസ് ബബി. ലെറ്റ്സ് സ്റ്റാർട്ട് കുക്കിംഗ്. മഷ്റൂം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ബാസ്മതി റൈസ്, ക്യാപ്സിക്കം, ഗ്രീൻ ചില്ലി, ക്യാരറ്റ്, ബട്ടൺ മഷ്റൂം, സബോള, ഉണക്കമുളക്, ലൈം, സെല്ലറി, ഗാർലിക്, സ്പ്രിംഗ് അനിയൻ, ബീൻസ്, പെപ്പർ, സോയാ സോസ്, പിന്നെ ആവശ്യത്തിന് ഓയിലും ഉപ്പും. കഴുകി വെച്ച 3 കപ്പ് ബാസ്മതി റൈസിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കാം. സോക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുക്കാം. ഞാനിവിടെ 2 പാക്കറ്റ് ബട്ടൺ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഓരോ മഷ്റൂമും ഇതുപോലെ 4 പീസായിട്ട് ഡൈസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 സബോള ചെറുതാക്കി അരിഞ്ഞെടുക്കാം. 2 ചെറിയ ക്യാരറ്റ് പീൽ ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. 150 ഗ്രാം ബീൻസ് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതുപോലെ തന്നെ ഒരു ഫുൾ ക്യാപ്സിക്കവും നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. 3 മുഴുവൻ വെളുത്തുള്ളി നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. സെല്ലറിയുടെ ഇല മാറ്റിയിട്ട് തണ്ട് മാത്രമാണ് ചെറുതാക്കി അരിഞ്ഞെടുക്കേണ്ടത്. നമുക്കിനി 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. സോക്ക് ചെയ്യാൻ വെച്ച അരി 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇത് വാല വയ്ക്കാം. അരി വേവിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അതിലോട്ട് 1.5 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വാലാൻ വെച്ച അരി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു 1/4 വേവാകുമ്പോൾ നമുക്ക് അരി കോരിയെടുക്കാം. അരിയിൽ വേവ് കൂടാതിരിക്കാൻ വേണ്ടി നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ച് ചോറ് തണുപ്പിച്ചെടുക്കാം. നമുക്കിനി ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചൂടാക്കാം. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി എരിഞ്ഞത് ഇട്ട് സോട്ട് ചെയ്തെടുക്കാം. ഗാർലിക്കിന്റെ മണം വന്ന് തുടങ്ങിയാൽ നമുക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. മഷ്റൂം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിലോട്ട് 1 സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. നമുക്കിനി ഹൈ ഫ്ലെയിമിലിട്ട് ഇത് സോട്ട് ചെയ്തെടുക്കാം. മഷ്റൂം വേവും തോറും ഇതുപോലെ വെള്ളം ഇറങ്ങും. ഈ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോഴാണ് മഷ്റൂം കുക്കായിട്ടുണ്ടാവുക. മഷ്റൂമിൻ്റെ വെള്ളം വറ്റി കഴിഞ്ഞു. ഇതിലോട്ട് ഇനി നമുക്കൊരു ലൈം ഒഴിച്ചിട്ട് ഓഫ് ചെയ്ത് എടുക്കാം. നാരങ്ങ ഒഴിച്ച് ഇളക്കിയതിന് ശേഷം നമുക്കിനി കോരി മാറ്റാം. ഇതേ പാനിലോട്ട് തന്നെ നമുക്കൊരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് അരിഞ്ഞു വെച്ച സബോള ഇട്ട് ഒന്ന് വഴറ്റാം. ഈ ഒരു പാകത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇനി 2 മിനിറ്റ് സോട്ട് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്കിനി ബീൻസ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു 3 മിനിറ്റ് സോട്ട് ചെയ്തെടുക്കാം. പച്ചക്കറികൾ നമുക്ക് അധികം വേവാവണ്ട. അതിൻ്റെ ഒരു ക്രഞ്ചിനെസ്സും ഫ്രഷ്നെസ്സും ആണ് നമുക്ക് ഫ്രൈഡ് റൈസിലോട്ട് ആവശ്യം. ഇതിലോട്ട് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഈ ഗ്രീൻ കളർ പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു 1/4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്കിനി അരിഞ്ഞു വെച്ച സെല്ലറി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉണക്കമുളക് ഇടിച്ചത് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസിന് ഉപ്പ് പിടിക്കാൻ വേണ്ടി നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയ മഷ്റൂം കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇനി ആഡ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി വിതറി കൊടുക്കാം. ഇത് അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. സോസ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കൂടി ഉപ്പ് വിതറി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാൻ എടുക്കാം. കുറച്ചും കൂടി ക്രഞ്ചിനെസ്സിന് വേണ്ടി നമുക്ക് സ്പ്രിംഗ് ഓണിയൻ വിതറി കൊടുക്കാം. നമ്മുടെ മഷ്റൂം ഫ്രൈഡ് റൈസ് റെഡി. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ സ്പെഷ്യൽ ഡിഷ് മഷ്റൂം ഫ്രൈഡ് റൈസ് തന്നെ ആയിക്കോട്ടെ. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ വീണ്ടും കാണാം ബിഞ്ച് അഡ്വഞ്ചേഴ്സ്.